ഇവിടെ ഉള്ളവരെ നേരിട്ട് അറിയില്ലെന്നേ ഉള്ളൂ. എല്ലാവരുടെയും പേരും സ്വഭാവ രീതിയും ഒക്കെ എനിക്കറിയാം. അതെപ്പടി? അതൊക്കെ അറിയാൻ കനക ചേച്ചി. കേശു ശിവാനി എവിടെ? ശിവാനി ചെന്നൈ പഠിക്കുക. കേശു അവനിവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ജംഗ്ഷനിലോട്ട് വല്ലതും പോയതായിരിക്കും. കേശു അവൻ ഇപ്പോഴും ചുറ്റിത്തിരിഞ്ഞ് ഓരോരുത്തരെ പറ്റിച്ച് നടക്കുമായിരിക്കും അല്ലേ? അവനെ എനിക്ക് ശരിക്കും കാണണ്ടേ. എന്തായാലും അവൻ വരട്ടെ. അതുവരെ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. ഞാൻ വിളിച്ചേറ്റിയതൊന്നുമല്ല, നീ ഈ പാറോണ് വിളിച്ചേറ്റിയത്. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ഇവിടെ വിളിച്ചു കയറ്റാൻ ഇതെന്തോ അഗതി വന്നവരാണോ? ഞാൻ പറഞ്ഞില്ല ഞാനല്ലെന്ന്. കൊച്ചെ, അത് ആരത്? അത് ആലപ്പുഴയെന്നാ. ആലപ്പുഴന്ന് ആര്? ആ ചേച്ചി. അമ്മൂമ്മ, എന്തായാലും കേശു വരട്ടെ. കേശുവിനെ അറിയാവുന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ഓരോരുത്തരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. എന്റെ സിദ്ധു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ നിന്റെ പ്രശ്നം? എന്ത് വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് സോറി ഒന്നും കേക്കണ്ട സിദ്ധു. നീ വെച്ച ഒന്നാമത് എന്റെ മൂഡ് പോയിരിക്കാണ്. നീ ഫ്രീ ആൻ വിളിക്ക്. ശരി, ലവ് യു. എന്താണ്? എവിടെ പോയതാ? എവിടെ പോയതാ? ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വരെ ബുക്ക് മേടിക്കും. നിന്റെ വേറൊരു ഫ്രണ്ട് അകത്തൊന്നിരിപ്പുണ്ട്. ആരേച്ചി? അതാരാത് പോയി നോക്ക്. നിന്റെ ഒരു ഫ്രണ്ടാന്നാ പറഞ്ഞേ. എന്റെ ഫ്രണ്ടാ? ആ, ഉണ്ടേക്കാം. ആരൊന്നും പറയണ്ടേ? പറയണില്ലേ? വരാം, ചെല്ല്. പോടാ. പോണ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇവിടെ എവിടെ എവിടെ എവിടെ? ആര്? ആ കൊച്ച്. ഏത് കൊച്ച്? ഇവിടെ ഉണ്ടായിരുന്ന കൊച്ച്. ഏത് കൊച്ചെന്ന്? അവിടെ ഞാൻ ആരെ കാണലില്ല. ഇവിടെ ഉണ്ടായിരുന്നടാ. പാറേ, പാറോ. ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിനെ കാണത്തിന് പാറിന് എന്തിനാണ് വിളിക്കണേ നിങ്ങള്? എന്താ ഇവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചെന്തേ? ചേച്ചിയോടെ പോയി. അതല്ലേ ഞാൻ ചോദിക്കണ. ആ ചേച്ചി എവിടെ പോയിന്ന്? ഏത് ചേച്ചി? എടാ, നിന്നെ അന്വേഷിച്ച ഒരു പെങ്കൊച്ചാടാ വന്നത്. ആ ചേച്ചി അടുക്കളയിലില്ലേ? ഇല്ല, അവിടെ പോയടാ. ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സിദ്ധുവിന്റെ കോള് വന്നേ. അപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. പിന്നെ അവിടെ പോയി. നീ ഇതവിടെ പോണു? ആ കൊച്ചി ജനൽ വഴി ഇങ്ങനെ ചാടി പോയെന്ന് നോക്കണോ? പറയാൻ പറ്റത്തില്ലല്ലോ, ചേച്ചിയുടെ അമ്മായിയുടെ സ്വഭാവമാണെങ്കിലോ. ആടി, ഞാൻ ജനൽ വഴി ഓട് വിളിച്ചൊക്കെയാണല്ലോ പോണത്. എന്തൊരു വിളിച്ച്? ഓട്. ഇവിടെ ഇവിടെ ആ കൊച്ചെവിടെ? ഏത് കൊച്ച? അമ്മൂമ്മ ഇവിടെ വന്ന കൊച്ച്. ഇവിടെ ഒന്നും ഒരു കൊച്ചിനെ ഞാൻ കാണാനില്ല. ഇതേ കനക ഉണ്ടാക്കിയ ജ്യൂസാ, സ്പെഷ്യൽ ആണെന്നാ പറഞ്ഞേ. കൊച്ചി എങ്ങോട്ട് പോയെന്ന് പറ. അതിനിവിടെ കാണാനില്ല. പിന്നതെങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി എല്ലാരും വന്ന് ചോദിക്കണം ആരെങ്ങോട്ട് പോയി. ஜூஸ் எப்படி இருக்கு? இது உனக்கு பண்ணின ஜூஸ் இல்ல, அந்த பொண்ணுக்கு பண்ணினது. എന്താ പൊണ്ണുക്ക് പണിണത്? ஐயோ, அந்த മോൾ എങ്ക പോச்சு? ഞാൻ ഒന്ന് പുറത്തു പോയി നോക്കട്ടെ. അല്ലടാ, ആ കൊച്ചു പുറത്തേക്ക് പോയി യാതൊരു ചാൻസും ഇല്ല. ഞാൻ അവിടെ നല്ല ഫോൺ സംസാരിച്ചോണ്ടിരുന്നേ. அது நீ சொல்ல வேண்டாம். நீ போன் பேசறச்ச ஏதா ஒரு யானை போனா கூட தெரியாது. യാനി? ആന, എലിഫന്റ്. തമിഴിലെ എന്നിട്ട് കൊട്ടുന്ന കൊട്ടുണ്ടല്ലോ, അത് ഇച്ചിരി കൂടുതലുണ്ട്. വഴി കൂടെ പോയ ഏതോ ഒന്നിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് എല്ലാരും കൂടെ ഇവിടെ നിന്ന് എന്തരാണ് ഈ പറയണെന്നാണ് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവാത്തത്. വഴിയിൽ കൂടെ പോയതാണോ ആകാശത്തെ കൂടെ പോയതാണോ എന്ന് അറിയാൻ പാടില്ല. നിന്റെ ആ ചെറിയ പെങ്ങളുണ്ടല്ലോ, അവളാണ് ഏണി വെച്ച് വിളിച്ച് കയറ്റിയത്. എന്നാ പിന്നെ ഈ വഴി കൂടെ ഈ ആൾ എവിടെ നിന്നാണ് വന്നത്? എവിടുത്തെ കാര്യമാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? അത് എന്തോ ആലപ്പുഴ എന്നാണ് പാറു പറഞ്ഞേ. ആലപ്പുഴ? പേരെന്ത്? പേരെന്താ? നീ ചോദിച്ചില്ലേ പേരെന്തോന്ന്? അത് ശരി, അമ്മൂമ്മ ചോദിച്ചു എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കാതിരുന്നേ. നീ ചോദിക്കാന്ന് വിചാരിച്ചാ ഞാൻ ചോദിക്കാതിരുന്നേ. അത് ഞാൻ ചോദിച്ചാ? ഇല്ല, നാനും കേക്കല. പേരെന്നാണ് പോലും അറിയാത്ത ഒരാളാണ് വീട്ടിൽ വിളിച്ച് പേരെങ്കിലും ചോദിച്ചൂടെ?
നിങ്ങളെല്ലാം കൂടെ എന്തൊരു കളിക്കാനാ? എനിക്ക് തലയ്ക്ക് ഓളമെന്നാണോ നിങ്ങളൊക്കെ വിചാരം? ആൻറ്റി, ഞാൻ തന്നെ പഠിക്കാൻ പോവാണ്. നല്ല ജ്യൂസ് ഇഷ്ടപ്പെട്ട് കുറച്ചെടുത്ത് ഉണ്ടാക്കി പോയി, പിന്നെ ഒരു കപ്പിലെടുത്ത് ഫ്രിഡ്ജിലൂടെ പോയി. പിന്നെ കപ്പിലും അല്ല ബക്കറ്റിലും കളിക്ക് വെച്ചോടി. ബക്കറ്റ് ഫ്രിഡ്ജിൽ കയറൂ? ആ ചില ബക്കറ്റ് കയറും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.